പ്രൈസ് ലോർഡ്. ഞാനിവിടെ ഇങ്ങനെ മൈക്ക് പിടിച്ച് നിൽക്കുമെങ്കിൽ എൻ്റെ കയ്യും കാലൊക്കെ വിറയ്ക്കുക കേട്ടോ. ബിക്കോസ് എനിക്ക് പ്രസംഗിച്ച് ശീലമില്ല. ആൻഡ് മോട്ടിവേഷണൽ മെസ്സേജസ് ഒക്കെ എടുക്കുമെങ്കിലും കർത്താവിൻ്റെ വചനവുമായിട്ട് ദൈവമക്കൾക്ക് മുന്നിൽ ഇങ്ങനെ ധൈര്യമായിട്ട് ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്, ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിന്ന് നിൽക്കുന്നത്. സോ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഓപ്പർച്യൂണിറ്റിയെ ഞാൻ കളയാതെ ഉപയോഗിക്കാൻ എന്നെ പ്രോത്സാഹപ്പെടുത്തിയ എൻ്റെ പപ്പയ്ക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലം പ്രിയ ദൈവമക്കളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ സഭയ്ക്ക് മധ്യത്തിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ബലപ്പെടുത്തിയ ദൈവത്തിന് എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. അപ്പം പപ്പ എന്നോട് കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് വീക്കാണ് ഈ ഒരു വിഷയം പറയുന്നത്. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അപ്പാ എനിക്കൊരു ടോപ്പിക്ക് തരണം, എനിക്കൊരു വചനം നീ തരണം, എനിക്കൊരു വിഷയം നീ തരണം എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ 30-ാം തീയതി രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. എങ്കിലും എൻ്റെ മനസ്സങ്ങ് സമ്മതിച്ചില്ല. ഈ വിഷയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഓടുക. ഞാൻ എന്താ പ്രസംഗിക്കേണ്ടേ? എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പാ പ്ലീസ് ഒരു വചനം, ഒരു ടോപ്പിക് എനിക്ക് വേണം, എനിക്ക് തന്നേ പറ്റൂ. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ കാത്തിരിക്കുക, എൻ്റെ സമയം വൈകത്തില്ല, നീ കാത്തിരിക്കുക. അങ്ങനെ 31-ാം തീയതി രാത്രി നമ്മുടെ ന്യൂ ഇയർ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഈ 30-ാം തീയതി പ്രാർത്ഥിച്ച വിഷയം ഞാനങ്ങ് വിട്ടു. ഓക്കെ, എനിക്ക് എൻ്റെ പ്രസംഗത്തിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടു. 31-ാം തീയതി രാത്രി ഇങ്ങനെ പറയുകയാണ്, പ്രോമിസ് വേർഡ് നമുക്ക് തരുന്ന ടൈമിൽ എൻ്റെ ഉള്ളിൽ ചെറിയൊരു പതർച്ചയുണ്ടായി. കർത്താവേ, എനിക്ക് ഈ വർഷം എന്ത് വചനമാണോ കിട്ടുന്നത് എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിശ്വാസത്താൽ ആ വചനം പോയി ഞാൻ എടുത്തു. പക്ഷെ ഞാൻ തുറന്നു നോക്കിയില്ല, ഞാൻ മറച്ചു തന്നെയാണ് പിടിച്ചിരുന്നത്. എൻ്റെ മനസ്സിലുള്ളിലൊരു പേടിയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്നലെ രാത്രി ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചതാ, എനിക്ക് 11-ാം തീയതി പ്രസംഗിക്കേണ്ട വിഷയം അങ്ങ് എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ എൻ്റെ കർത്താവ് നൽകിയ വാഗ്ദത്ത വചനം ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വായിക്കുകയാണ്. പപ്പ എന്നോട് പറഞ്ഞു എങ്കിലും ഞാൻ ഡാഡി, അതായത് എൻ്റെ കർത്താവിനോട് ചോദിച്ചു, അങ്ങ് എന്നോട് നേരിട്ട് സംസാരിക്കണമെന്ന്. എന്നാൽ വചനത്തിൽ കൂടെ കർത്താവ് എന്നോട് നേരിട്ട് സംസാരിച്ചു. ഞാൻ റെഫറൻസ് പറയാം, പുറപ്പാട് 4:12. ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഇത് കേട്ടപ്പോൾ, ഇത് ഞാനിങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞുപോയി. എനിക്കാകെ ഇതുവരെയും കർത്താവ് എന്നോട് ഇങ്ങനെ നേരിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിച്ചിട്ടില്ല. അപ്പം ഈ വചനം പെട്ടെന്ന് വായിച്ചപ്പോൾ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഒരപ്പൻ തൻ്റെ മോളെ ചേർത്ത് പിടിച്ച്, മോനെ നീ പേടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ എന്ന് ധൈര്യപ്പെടുത്തുന്നത് പോലെ യേശുപ്പച്ചൻ എന്നെ ചേർത്ത് പിടിച്ച് പറയുന്നത് പോലെ എനിക്ക് ഫീലായി. ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഞാൻ പിന്നെ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്നോട് സംസാരിച്ചു, പക്ഷെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് നീ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. ഞാൻ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് കയറുന്നതിന് മുൻപ് വരെയും അച്ചാച്ചനോട് ഞാൻ പറഞ്ഞു, അച്ചാച്ചാ, ഞാൻ പ്രസംഗിക്കാൻ കയറണോ? പപ്പയോട് ഞാൻ ചോദിച്ചു, പപ്പ ഞാൻ പ്രസംഗിക്കാൻ കയറണോ? പക്ഷെ പപ്പ പറഞ്ഞു, കയറിക്കോ, നിന്റെ ഹൃദയത്തിൽ നിന്നും വരുന്നത് നീ പറഞ്ഞാൽ മതി, നിന്റെ ഹൃദയത്തിൽ നിന്നും വരുന്നത് നീ പറഞ്ഞാൽ മതി. ഞാൻ വിറയലോട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്, ടെൻഷനുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് കർത്താവ് ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടെങ്കിൽ എന്നിൽ കൂടെ ഒരു കുഞ്ഞിനെങ്കിലും അത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി കർത്താവ് എനിക്ക് നൽകിയ ഒരു കുറിവാക്യം നമുക്ക് വായിക്കാം. കുറിവാക്യം ഈ പ്രാർത്ഥനയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ, ഈ വർഷിപ്പിന് നിൽക്കുന്ന ടൈമിൽ പപ്പ ചെറിയ ഒരു മുഖവര പറഞ്ഞായിരുന്നു. ആ പറയുന്ന ടൈമിലാണ് എനിക്ക് വിഷയം കർത്താവ് നൽകിയത്. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, ദൈവമേ, ഇതിൻ്റെ റെഫറൻസ് എന്താ എന്ന്. അങ്ങനെ എനിക്ക് കർത്താവ് നൽകിയ വചനമാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണെന്നാൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ 2025 നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന വർഷമാണ് അല്ലേ? ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോഴും നമ്മുടെ മുൻപിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. നമ്മൾ 2026 പോസ്റ്റ്പോൺ ചെയ്ത് വച്ചിട്ടുള്ള പല വിഷയങ്ങളുമുണ്ട്. എന്നാൽ അതിന്
ഡിസംബർ ലാസ്റ്റിന് മുന്നേ വരെയും കർത്താവ് മറുപടി നൽകിയ ചില വിഷയങ്ങളും ഉണ്ട്. അത് ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ ജോലിയായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠന വിഷയത്തിലായിരിക്കാം, അതെന്തുമായിരുന്നോട്ടെ. എന്നാൽ കർത്താവ് നിങ്ങൾക്ക് 2025 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത വിഷയങ്ങൾക്ക് മധ്യത്തിൽ നിങ്ങൾക്ക് വിശ്വസ്തനായിരുന്നില്ലേ? ആയിരുന്നില്ലോ. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ 2026 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത വിഷയങ്ങൾ, ആരുടെ മുൻപിൽ മുഖത്തിൽ ഒരു സന്തോഷം എനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്തായാലും ഇത് അസാധ്യമാണ്, എങ്കിലും ഇത് ഇമ്പോസിബിൾ ആണ്, ഇത് നടക്കത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കും എന്ന് നിങ്ങൾ ഒരു പ്രയോറിറ്റി കൊടുക്കാതെ, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എന്നാൽ ഈ 2026 കഴിയുമ്പോൾ ഒരു ജീവനുള്ള സാക്ഷ്യമായി നമ്മുടെ 2026 ന്യൂ ഇയർ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ ഞാനിവിടെ ഗ്യാരണ്ടി തരികയാണ്, 2025 നിങ്ങൾ മാറ്റിവെച്ച ചില വിഷയങ്ങൾക്ക് മധ്യത്തിൽ കർത്താവ് തന്ന മറുപടിയുമായി നിങ്ങൾ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ നിൽക്കുന്ന ഒരു ന്യൂ ഇയർ പ്രയറായി മാറുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ വിശ്വാസം എന്നാൽ എന്താണ്? യെസ്, വെരി ഗുഡ്. നമുക്കതിന് ആധാരമായിട്ടൊരു വചനം വായിക്കാം. ആൻറ്റി പറഞ്ഞ സെയിം റെഫറൻസ് തന്നെയാണ്. എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഉറക്കെ പറയാമോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ധൈര്യത്തോടെ പറയാമോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. ആമേൻ. കാണാത്ത കാര്യങ്ങൾക്ക് മധ്യത്തിൽ നിങ്ങൾ ആശിച്ച പല കാര്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റിവെച്ച കാര്യങ്ങൾക്ക് മധ്യത്തിൽ കാണാത്ത കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവത്തെയാണ് നാം ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത്. നാം ദൈവത്തെ കണ്ടിട്ടില്ല. പലരും നമ്മളോട് ചോദിക്കും, നീ നിന്റെ ദൈവത്തിനെ കണ്ടിട്ടില്ലല്ലോ, കാണാത്ത ദൈവത്തെ നീ എങ്ങനെയാ വിശ്വസിക്കുന്നേ? അതാ പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ദൈവത്തെ, കാണാത്ത ദൈവത്തെ നാം എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ വന്നിട്ടും നാം പല കാര്യങ്ങളിൽ പതറിപ്പോകുമ്പോഴും നാം പോലും ചിന്തിക്കാത്ത വിധത്തിൽ ഇൻഡയറക്റ്റ് ആയ നിലവാരത്തിൽ ദൈവം നമ്മെ താങ്ങുന്നില്ലേ? അത് സ്പിരിച്വൽ ആയ കാര്യങ്ങളായിരുന്നോട്ടെ, അത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, സ്പിരിച്വൽ ആയിട്ടായിരുന്നോട്ടെ, നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞ് ഒരു അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ആ കുഞ്ഞിന് അറിയത്തില്ല അപ്പൻ മുൻപിലൊരു വഴിയുണ്ട്, അപ്പൻ എന്നെ കൊണ്ടുപോയി അവിടെ ഇടുമോ എന്ന് കുഞ്ഞ് ചിന്തിച്ചല്ല അപ്പൻ്റെ കരത്തിൽ പിടിക്കുന്നത്. അപ്പൻ അറിയാം അവിടെ മുന്നിൽ കുഴിയുണ്ട്, ആ കുഴി എത്തുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞിനെ ഞാൻ താങ്ങി മുൻപിലേക്ക് കൊണ്ടുപോകുമെന്ന് അപ്പൻ അറിയാം. എന്നാൽ ആ അപ്പനെ വിശ്വസിച്ച്, ആ കുഴി കാണാതെ അപ്പനെ വിശ്വസിച്ച് അപ്പൻ്റെ കരത്തിൽ പിടിക്കുന്ന കുഞ്ഞിനെ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ബുദ്ധിമുട്ടുകളുണ്ട് തീർച്ചയായിട്ടും. പപ്പ 2026 ഫസ്റ്റ് ന്യൂ ഇയർ പ്രേയറിൽ പറഞ്ഞതുപോലെ അടുത്ത 3 വർഷം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുടെയും ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കാണാത്ത, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങൾ ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നമുക്കത് എന്ത് പ്രശ്നമാണെന്ന് അറിയത്തില്ല, എന്ത് രോഗമാണെന്ന് അറിയത്തില്ല, എന്ത് ലൈഫിലെ സ്ട്രഗിൾസ് ആണെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് എന്താ ഉള്ളത്? യെസ്, നമുക്ക് വിശ്വാസമുണ്ട്. എന്തു വന്നാലും നമ്മുടെ ജീവൻ ഒരു ആപത്തുമില്ലാതെ ആ വിഷയത്തെ മറികടക്കാൻ ദൈവം നമുക്ക് ബലം നൽകും എന്ന് നമുക്ക് കർത്താവിൽ ഒരു വിശ്വാസമുണ്ട്. അബ്രഹാം ഈ എബ്രായർ 11 തന്നെ 11:8 ഞാൻ ബൈബിളിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണ്. അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിന് അറിയാമായിരുന്നോ? കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നോ? അബ്രഹാമിൻ്റെ ഒരു ഐഡിയയിൽ പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു കർത്താവ് പറഞ്ഞത്. പക്ഷെ അബ്രഹാം എന്താ ചെയ്തേ? വിളിക്കപ്പെട്ടാരെ അനുസരിച്ച് എവിടേക്ക് പോകണം എന്നറിയാതെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അങ്ങ് നടന്നു. നമ്മളും അത് തന്നെ ചെയ്യണ്ടേ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, ഇപ്പൊ കുഞ്ഞു മക്കളുടെ ജീവിതത്തിലും പ്രായമായ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഇവിടെ നിൽക്കുന്ന എൻ്റെയും ദേവദാസിൻ്റെയും എല്ലാവരുടെയും കുടുംബത്തിൽ എല്ലാവർക്കും പേഴ്സണലായിട്ട് ഒരു വാഗ്ദത്ത ദൂത് തന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പം ഇയർലി നമുക്ക് കിട്ടുന്ന
പ്രോമിസ് വേർഡ് അല്ല. കർത്താവിൽ നിന്നും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ എത്തും, നിങ്ങൾ ഇവിടെ എത്തും എന്നതിനേക്കാൾ ഉപരിയായി സ്പിരിച്വൽ ലെവലിൽ നിങ്ങളുടെ വളർച്ച എന്തായി തീരും എന്നൊരു പ്രോമിസ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രോമിസിലേക്ക് നമ്മൾ എത്തുന്നത് വരെയും നമ്മുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ശരീരത്തിൽ എന്ത് രോഗമായിക്കോട്ടെ, അതിപ്പോൾ നമുക്ക് ശരീരം മുഴുവൻ തളർന്നു പോകുന്നതും ശരീരം ഇയ്യോബിനെ പോലെ വ്രണങ്ങൾ നിറയുന്ന രോഗവുമായിക്കോട്ടെ, പ്രാണനൊരു ഹാനിയില്ലാതെ ദൈവം തന്ന വാഗ്ദത്തത്തിലേക്ക് എത്തും വരെയും കർത്താവ് തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിക്കും എന്നുള്ളൊരു പ്രോമിസ് ദൈവം തന്നതുകൊണ്ട് നിങ്ങൾ ആരും വ്യാകുലപ്പെടരുത്. നമ്മുടെ ഈ ലോകത്തിൽ പല ബുദ്ധിമുട്ടുകൾ, ഈ ലോകത്തിൽ പിശാച് നമ്മളെ തളർത്താൻ ശ്രമിക്കും, രോഗം കൊണ്ടിട്ട് നമ്മളെ തളർത്താൻ ശ്രമിക്കും. നീ തീർന്നു, നീ ഇത്രയേ ഉള്ളൂ, നിന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരും കൂടെയുള്ളവരും കുടുംബക്കാരും സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും പറയും, നിന്റെ ജീവിതം തീർന്നു, നീ ഇത്രയേ ഉള്ളൂ, ഇനി നിനക്ക് ഫ്രണ്ടിലോട്ടൊരു സ്റ്റെപ്പ് നിനക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല, നിന്റെ പ്ലാൻസ് ഒക്കെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കും. അല്ലേ? നിങ്ങളെല്ലാവരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാ. കൂടെ ഉള്ളവർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്കും തോന്നും, ശരിയാ, അവർ പറയുന്നത് ശരിയാ, ഇനി ചിലപ്പം എൻ്റെ മുന്നിൽ ഒരു ഫോർവേഡ് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ ഒരു വഴിയും എനിക്കില്ലല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മളങ്ങ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന് പോകും. ആ അവസ്ഥയിൽ നീ മുട്ടുകുത്തിയിരുന്ന് കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പാ, എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ എന്താ നടക്കുന്നേ എന്നെനിക്കറിയില്ല. ഞാൻ ഇതിവിടെ പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാൻ ശബ്ദം കിട്ടുന്നില്ല, എൻ്റെ ശബ്ദം അങ്ങ് ഇടറിപ്പോവുകയാണ്. മുട്ടുകുത്തിയിരുന്ന് കർത്താവിനോട് പറയണം, അപ്പാ എനിക്കറിയില്ല, അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് എൻ്റെ വിവാഹത്തിനോടനുബന്ധിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയമാണ്. എൻ്റെ ഡാഡിക്കും മമ്മിക്കും എന്താ പറയുക, എൻ്റെ ഡാഡിക്കും മമ്മിക്കും സാധാരണ ഓൾമോസ്റ്റ് എല്ലാ മാതാപിതാക്കൾക്കുമുള്ള ഒരു ആഗ്രഹമാണ് മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. നല്ല ജോലിയുള്ള, നല്ല ഭംഗിയുള്ള, നല്ല ഹൈറ്റുള്ള, എന്താ പറയുക, നല്ലൊരു ഫാമിലിയിൽ നിന്നും ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വേണം എന്നുള്ളത് മാതാപിതാക്കളുടെ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട്. അപ്പം കളറിനേക്കാൾ ഉപരിയായി, ഹൈറ്റിനേക്കാൾ ഉപരിയായി, ജോലിയേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ നാമത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു സുന്ദരനെ എനിക്ക് വേണം എന്ന് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രൊഫൈൽസ് വന്നു, ഒരുപാട് പ്രൊഫൈൽസ്, നല്ല നല്ല ജോലികൾ, നല്ല ഭംഗിയുള്ള പയ്യന്മാർ, നല്ല ഹൈ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള പയ്യന്മാർ ഒരുപാട് പേര് വന്നു. എന്നാൽ ഞാൻ മമ്മിയോടും പപ്പയോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഡാഡി നോ, മമ്മി നോ, എനിക്കിതിൽ താല്പര്യമില്ല. പക്ഷേ അച്ഛൻ്റെ വിഷയം വന്നപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് പ്രൊഫൈൽസ് വരുന്ന ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് പ്രാർത്ഥിച്ച ടൈമിൽ എൻ്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. ദൈവഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാവില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരങ്ങൾ ഉണ്ടാവില്ല. ദൈവഹിതം നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവം തരുന്ന ഫസ്റ്റ് സൈൻ ആയിരിക്കും ഹാപ്പിനെസ്, ഫസ്റ്റ് സൈൻ ആയിരിക്കും സമാധാനം. അങ്ങനെ അച്ഛൻ്റെ പ്രൊഫൈൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് നൽകിയ ഒരു കാര്യമാണ്, മോനെ നീ മുന്നോട്ട് മൂവ് ചെയ്തോ. ഞാൻ ഡാഡിയോടും മമ്മിയോടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പറഞ്ഞുള്ളൂ എങ്കിലും ഈ വിഷയത്തെ വരച്ചിട്ട് ഡാഡിയും മമ്മിയും പ്രാർത്ഥിച്ചു. എന്നാൽ ഇത് ഓക്കെ ആയി. അപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ച ഒരു കാര്യമാണ്, നീ കർത്താവിൽ വിശ്വസിക്കണം. നിനക്ക് എന്തുണ്ടെങ്കിലും, ഞാൻ എൻ്റെ മോട്ടിവേഷണൽ മെസ്സേജുകളെല്ലാം പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നീ വിശ്വസിക്കണം. ലോകം പലതും പറയും, ഫ്രണ്ട്സ് പലതും പറയും, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ പലതും പറയും, നിന്റെ അപ്പൻ, നിന്റെ അമ്മ, സഹോദരങ്ങൾ പലതും പറയും. പക്ഷേ നീ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണെന്നറിയാവോ? കർത്താവിൻ്റെ വാക്കിന്. കർത്താവ് നിനക്ക് നൽകുന്ന പ്രോമിസിനായിരിക്കണം നീ വാക്ക് കൊടുക്കേണ്ടത്. എന്നാൽ ഒരിക്കലും ആരുടെ മുൻപിൽ നീ തളർന്നു പോവില്ല, ആരുടെ മുൻപിൽ നീ തോറ്റു പോവില്ല. നിന്റെ ജീവിതത്തിൽ എന്ത് നിന്നെ തളർത്താൻ ശ്രമിച്ചാലും ചങ്കൂറ്റത്തോടെ നിൽക്കണം. എൻ്റെ യേശു വിശ്വസ്തന, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ ഒരിക്കലും എന്നെ കൈവിടുകയില്ല.
എന്ന് നീ ചങ്കൂറ്റത്തോടെ നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കണം. നിന്നെ എതിർത്തു വരുന്ന ഏത് ശത്രുക്കളോടും നീ എതിരായി നിന്ന് പറയണം, ശത്രുവേ ഇല്ല, ഞാൻ തോൽക്കില്ല, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, അവൻ വാക്ക് മാറുകയില്ല എന്ന് ധൈര്യത്തോടെ നീ പറയുന്നുവെങ്കിൽ പ്രിയ കുഞ്ഞെ, ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ആ വിഷയത്തിന്മേൽ എനിക്ക് എന്ത് വിഷയമാണെന്ന് അറിയത്തില്ല, ബട്ട് ആ വിഷയത്തിന്മേൽ കർത്താവ് നിനക്ക് വിജയം നൽകും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. അത് ഇവിടെ ആയിരിക്കുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി എന്നെ കേൾക്കുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല. ചില ഇന്റർവ്യൂസിനായി കാത്തിരിക്കുന്ന ചിലരുണ്ട്. അത് പ്രായമുള്ളവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ഇന്റർവ്യൂസിനായി കാത്തിരിക്കുന്ന ചിലരുണ്ട്. ആ ഇന്റർവ്യൂസിൻ്റെ എന്നിങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുക. അത് നിന്റെ മുന്നിൽ വരുമ്പോൾ നിനക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഇത് ദൈവഹിതമാണോ? ഞാൻ ഇത് പോയി അറ്റൻഡ് ചെയ്യണോ? ഈ ഇന്റർവ്യൂ നീ അറ്റൻഡ് ചെയ്യുമ്പോൾ നിനക്ക് ചില ബുദ്ധിമുട്ടുകൾ നീ ഫേസ് ചെയ്യും. അത് ശാരീരികമായ ക്ലേശതകളായിരിക്കാം, ഓർ ഗവൺമെന്റ് നിലവാരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളായിരിക്കാം. എന്നാൽ ഞാൻ പറയുന്നു, നീ വിശ്വാസത്തോടു കൂടി ആ ഇന്റർവ്യൂ പോയി നീ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കർത്താവിന്റെ കരം ആ വിഷയത്തിന്മേൽ ഇറങ്ങി ഒരു വലിയ വിജയം നീ പ്രാപിച്ച് ആ ഗവൺമെന്റ് നിയമങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഗവൺമെന്റിന്റെ നിയമങ്ങളെ മാറ്റി ദൈവമക്കൾക്ക് അപ്പാ പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുന്നു, ദൈവമക്കൾക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരപ്പനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റ് നിയമങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നവരെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടെ മുട്ടുകുത്തി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും മധ്യത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ മക്കളുടെ വിവാഹത്തെ, നിങ്ങളുടെ എന്തുമായിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, സഭാപരമായ വിഷയങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിൻ മധ്യത്തിൽ ദൈവം ഒരു അത്ഭുതം തീർച്ചയായും പ്രവർത്തിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് എൻ്റെ ഉള്ളിൽ വരികയാണ്. എനിക്കത് പാടാൻ എൻ്റെ ശബ്ദം പറ്റുന്നില്ല, ബട്ട് ട്യൂണില്ലെങ്കിലും പ്രിയ മക്കളെ ഒന്ന് ക്ഷമിക്കണം. കാരണം ഇത്രയും സ്ട്രെസ് ചെയ്ത് ശബ്ദം പുറത്തോട്ട് എടുക്കുമ്പോഴേ എനിക്ക് ഗാനം പുറത്തോട്ട് അതിൻ്റെതായ ട്യൂണിൽ പാടാൻ വരുന്നില്ല. ഞാനൊരു കാര്യം പറയാം. ഒന്നിനെ കുറിച്ചിനിയും നിനക്കാകുല ചിന്ത വേണ്ട, ജീവമന്നാ തന്നവൻ നിന്നെ ക്ഷേമമായി പാലിച്ചിടും. ഒന്ന് ഹൃദയത്തിൽ, നിങ്ങളുടെ വലം കരങ്ങളെ ഹൃദയത്തിൽ വച്ച് കണ്ണുകളെ അടച്ച് ദൈവത്തോട് ഹൃദയം നുറുങ്ങി ഒന്ന് പാടാമോ? ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല, ഓ ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിച്ചിടും. ഒരിക്കൽ കൂടെ, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. സന്തോഷത്തോടെ, ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിച്ചിടും. സന്തോഷത്തോടെ, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. കാരണം ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒരിക്കൽ കൂടെ, ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇതൊരു പാട്ടുകാരൻ പാടിയ വരികളാണെങ്കിൽ പോലും നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വളരെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള വരികളാണത്. സോ എന്ത് പ്രശ്നം വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾ ധൈര്യത്തോടെ ഫേസ് ചെയ്യണം. കാരണം നമ്മുടെ മുൻപിൽ നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് നമ്മെ തോളോട് ചേർത്തി, മോനെ നീ കിടന്നോ, ഞാനുണ്ട്, നീ ഭാരപ്പെടണ്ട, ഞാനില്ലേ, നടക്ക്, വാ, ഞാൻ കൂടെയുണ്ട്
ഉണ്ട് എന്ന് ധൈര്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ ഈ ചെറിയ മെസ്സേജാണ് എടുത്തതെങ്കിലും ഈ ഒരു മെസ്സേജ് നിങ്ങളിൽ ആരുടെയെങ്കിലും ലൈഫിൽ ഒരു എന്താ പറയുക, ഒരു കാല് മുന്നോട്ട് എടുത്തു വയ്ക്കാൻ ഉള്ള ഒരു വെരി ബെസ്റ്റ് സ്റ്റെപ്പ് ആണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ദൈവത്തിന് ഒരു പർപ്പസ്, എൻ്റെ ഈ കുഞ്ഞു മെസ്സേജിൽ കൂടെ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായത് കൊണ്ടാണ് ഒന്നും പ്രസംഗിക്കാൻ അറിയാത്ത എനിക്ക്, സ്റ്റിൽ ഞാൻ പറയുകയാണ്, എനിക്ക് പ്രസംഗിക്കാൻ അറിയാത്ത എന്നെ നിങ്ങളുടെ മുൻപിൽ കർത്താവ് നിർത്തി എങ്കിൽ എൻ്റെ ഈ ഒരു മെസ്സേജ് വഴി ഒരു കുഞ്ഞിനായിരിക്കാം, ഒരു പ്രായമായ ആർക്കും ആയിക്കോട്ടെ, ഓൺലൈൻ വഴി എന്നെ കാണുന്ന, എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ആർക്കും ഒരു എന്താ പറയുക, ഒരു പ്രചോദനം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവട്ടെ എന്നല്ല, ആയി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്നെ കേട്ട പ്രിയ ദൈവമക്കൾക്കും എനിക്ക് അവസരം തന്ന കർത്താവിനും എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.